ഒരിക്കലും ആത്മീയത പാലിക്കുന്നവർ തെറി പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. നമസ്കാരം. സത്യം പറയാലോ, കേരളത്തിലെ ജീവിതം വന്ന് വലിയ കഷ്ടം തന്നെ കേട്ടോ. ഇവിടെ ജീവിക്കാൻ വളരെ പ്രയാസമാണ്. ഓരോ ദിവസവും എന്തൊക്കെ കാഴ്ചകൾ കാണണം, എന്തൊക്കെ വാർത്തകൾ കേൾക്കണം, ഏതൊക്കെ സംഭവങ്ങൾക്ക് സാക്ഷികളായാലാണ് ഓരോ ജീവിതം ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് തള്ളി നീക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളെക്കുറിച്ചും വാർത്തകളെക്കുറിച്ചുമാണ്. ഇപ്പോൾ നാഗ സൈരന്ധ്രി എന്ന ഒരു വ്യക്തി, എന്ന ഒരു സ്ത്രീ, ഗുരു നാഗ സൈരന്ധ്രി ദേവി എന്നാണ് അവരെ സ്വയം വിശേഷിപ്പിക്കുന്നത്. മറ്റുള്ളവരും അങ്ങനെ വിളിക്കണമെന്നാണ് അവർ നിർബന്ധിക്കുന്നത്. അവരെക്കുറിച്ച് ഒരുമാതിരിപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നുമല്ല. നമ്മൾ റീൽസ് ഒക്കെ കാണുന്ന സമയത്തും സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്തും ഇവരുടെ മുഖവും ഇവരുടെ വാചകങ്ങളും ഇവരുടെ വായിൽ നിന്ന് വരുന്ന ആ മൊഴി മുത്തുകളും ഒക്കെ കേട്ട് നമ്മളിൽ പലരും ധന്യരായിട്ടുണ്ട്, അപൂർവമായിട്ടെങ്കിലും. അവരെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം. അവരുടെ യഥാർത്ഥ പേര് ദിവ്യ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ പെട്ടെന്നൊരു ദിവസം ഞാൻ ദൈവമാണ്, ഞാൻ ദേവിയാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് അവതരിക്കുകയായിരുന്നു. അവർക്ക് എന്തൊക്കെയോ അറിയാമെന്നാണ് അവർ പറയുന്നത്. ശരി, ഒരാൾക്കെല്ലാം അറിയാം ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒന്നും പറയാൻ ചെല്ലുന്നില്ല. അവർക്കേ അറിയാവുള്ളൂ അവർ ദൈവമാണോ അല്ലയോ എന്നൊക്കെ. നമുക്കത് ഒരാൾ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ദൈവം എന്ന് പറയുന്ന വ്യക്തി, ദേവി എന്ന് പറയുന്ന വ്യക്തി നാക്കെടുത്താൽ തെറിയല്ലാതെ ഒന്നും പറയില്ല. അവരുടെ കുറേ ലൈവുകളൊക്കെ ഞാൻ ലൈവായിട്ട് കാണേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്, അവിചാരിതമായിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട്. ഇവർ മിക്കവാറും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ലൈവ് പോകുന്ന വ്യക്തിയാണ്. അവരെന്നിട്ട് മനുഷ്യരെ ശപിക്കുക, പ്രാകുക, നിന്റെ മുഖത്ത് തുപ്പും, നീ എവിടുന്ന് വന്നതാണ്, നിന്നെ കാണാൻ സൗന്ദര്യമുണ്ടോ. ഒരാൾ ലൈവിൽ വന്നിട്ട് കമൻ്റായിട്ട് ചോദിക്കുകയാണ്, എൻ്റെ കമൻറ്റിന് ഒരു മറുപടി തരാമോ ദേവി എന്ന് ചോദിക്കുമ്പോൾ, നീ എങ്ങാണ്ട് കിടന്നവൻ, നിനക്കൊരു സൗന്ദര്യവും ഇല്ല, അഴകും ഇല്ല, എങ്ങാണ്ട് കിടന്ന മരപ്പൊട്ട, നിനക്ക് ഞാനെന്തിനാടാ കമൻറ്റിന് മറുപടി തരുന്നത്, നീ എൻ്റെ ആരാ എന്നൊക്കെയാ ചോദിക്കുന്നത്. കാണാനും കൊള്ളത്തില്ല, ഏതോ മരപ്പൊട്ടം കിടന്ന അവിടെ കിടന്ന കമന്റ് എഴുതി വെച്ചിട്ട് അതായത് നിസാരമായിട്ടുള്ള ഒരു കമന്റിന് പോലും, ഒരു കാര്യത്തിന് പോലും വളരെ മോശമായിട്ട് സംസാരിക്കുന്ന പ്രകൃതമുള്ള ഒരു സ്ത്രീയാണ് ഇവര്. ഇവരെക്കുറിച്ച് എന്തിനാണ് ഞാനിന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവസ്ഥ വളരെ ഗുരുതരമാകുകയാണ്. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കണ്ടമാനം ആളുകൾ ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഒരുപാട് ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇവരഭിനയിച്ച ഏതോ ഒരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസായപ്പോഴാണെന്ന് തോന്നുന്നു, അവിടെ ഒരു കൂട്ടം ആളുകൾ ഇവരെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങളെയും ഇവർ നടത്തുന്ന തെറിവിളികളെയും ഒക്കെ ന്യായീകരിക്കുകയാണ്. അതായത് ആത്മീയതയുടെ വേറൊരു തലമാണ് ഇതെന്നാണ് അവരൊക്കെ അവകാശപ്പെടുന്നത്. ഏത് തലമാണെന്ന് ഈ സ്ത്രീക്കും വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഒരു യുവാവ് ഇവരോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് തെറി പറയുന്നത്? നിങ്ങൾ ദേവിയാണെന്ന് സ്വയം പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ തെറി വിളിക്കുന്നു? അപ്പോൾ ഇവർ ചോദിക്കുന്നത്, എനിക്കിടാനുള്ള അടിവസ്ത്രവും വസ്ത്രങ്ങളും വീട്ടിലേക്കുള്ള പഞ്ചസാരയും ഉപ്പും മുളകും ഒക്കെ നീ വാങ്ങിച്ചുകൊണ്ട് തരുമോ എന്ന് ഈ ചോദ്യം ചോദിച്ച ആളോട് ചോദിക്കുകയാണ്. എന്റെ തൊഴിലാണ് കുട്ടി. എന്ത് ദൈവത്തിന്റെ പേര് പറഞ്ഞ പൈസ വാങ്ങാൻ ഗൂഗിൾ പേ പറയാ. അപ്പോൾ ഇവർക്കറിയാം ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തെറി പറയുന്നതാണ് ഇവരുടെ വരുമാന മാർഗം. ഈ തെറി കേൾക്കാൻ കുറെ ആളുകളുണ്ട്. ഇതാണ് ഇവരെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്ന ഒരു ബോധം ഇവരിൽ ഉണ്ടായിപ്പോയി. എത്ര അപകടകരമാണത്. അവരിതിനെ എന്നിട്ട് കുറെ ആളുകൾ ചേർന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. ഇവരും സ്വയം ഞാനൊരു തെറിദേവിയാണെന്നോ എന്താണോ ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. ഏതോ ഒരു ദിവസം ഞാൻ മാസങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ ഇവരെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോയതേ ഉള്ളൂ. ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് കണ്ടിട്ട് എനിക്കെതിരെ എന്തൊക്കെയോ അവർ സംസാരിക്കുന്നത് കേട്ടു. ഇപ്പം എൻ്റെ ഈ വീഡിയോ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അവർ ശപിക്കും. ശപിക്കുന്നതെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ വെച്ചിട്ട്, നീ എന്നെ ഓർത്ത് ഭ്രാന്ത് പിടിച്ച് ജീവിക്കും, ഭ്രാന്ത് പിടിച്ച് നീ ചാകും, നീ നശിച്ചു പോകും, നീ മരിച്ചു പോകും. ഇതൊക്കെയാണ് ആളുകളോട് പറയുന്നത്. ഒരാൾ വിമർശിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. തെറിയെന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും വലിയ മത്താപ്പും ഒക്കെയാണ് ദിവസവും അവർ കത്തിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. തീരെയും നിവർത്തിയില്ല അവരെ കൊണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കണം. ഇപ്പോൾ തന്നെ തൊപ്പി എന്ന പേരുള്ള ഒരുത്തൻ, അവൻ സമൂഹത്തിനൊക്കെ വലിയ ഭീഷണിയായിരുന്നു. വരുന്ന തലമുറകളുടെ ജീവിതത്തിനും വലിയ ഭീഷണിയായിട്ടുള്ള ഒരാളായിരുന്നു. എന്താണെങ്കിലും അവനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളൊക്കെ പോലീസ് കൈക്കൊണ്ടു. അവനിപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. അവനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരന്മാർ കുറേ പേരുണ്ട്. അതിൽ മമ്മു എന്നോ
എമ്മു എന്നോ ഏതോ പേരുള്ള ഒരുത്തനെ അറസ്റ്റ് ചെയ്തു എന്ന് അറിയുന്നു. അവനെപ്പോലുള്ളവനെയൊക്കെ വിളിച്ചിരുത്തി ലൈവായിട്ട് അവന്മാരുടെ തുണി ഉരിഞ്ഞ് തുണിയൊന്നുമില്ലാതെ, യഥാർത്ഥത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവൻ്റെ ഷഡ്ഡി മാത്രം ഇട്ടുകൊണ്ട് യൂട്യൂബിൽ കിടന്ന് പൂണ്ട് വിളയാടുകയാണ്. സ്ത്രീകൾ വല്ലതും ലൈവിൽ വന്നാൽ അവരെ അധിക്ഷേപിക്കുക, സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുക, രാജ്യത്തെ അധിക്ഷേപിക്കുക, ഇതൊക്കെയാണ് ഇവന്മാരുടെ ഓരോ ഹോബികൾ. അപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനലും പൂട്ടിയെന്നറിഞ്ഞു. അതുപോലെ തന്നെയാണ് സ്ത്രീയെ അധിക്ഷേപിക്കുന്നത് പോലെ തന്നെയാണ് പുരുഷനെ അധിക്ഷേപിച്ചാലും. ഒരാൾ ലൈവ് നടത്തുന്നു, ഇപ്പം ഞാനൊരു വീഡിയോ ഇടുന്നു, അതിൻ്റെ താഴെ വന്ന് നിങ്ങൾ മാന്യമായിട്ട് എന്നോട് വിയോജിക്കുകയാണ്, ശീതൾ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉടനെ ഞാൻ അങ്ങ് മറുപടി തരികയാണ്, നീ ആരാടാ, നീ ഏത് മറ്റവനാടാ, നീ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കണ്ടടാ, നിന്നോട് ആര് പറഞ്ഞതാ മറ്റവനെ എൻ്റെ വീഡിയോ വന്ന് കാണാൻ, നീ പോടാ മറ്റവനെ എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ? എന്നെ എത്രയധികം പിന്തുണയ്ക്കുന്ന ആളുകളാണെങ്കിലും പറയും ശീതള പറഞ്ഞത് ശരിയായില്ലെന്ന്. അത് തെറ്റാണ്. നമ്മളോട് ഒരാൾ ഏതെങ്കിലും രീതിയിൽ മാന്യമായിട്ട് വിയോജിച്ചാൽ അല്ലെങ്കിൽ മാന്യമായിട്ട് പ്രതികരിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കണം. നമ്മൾ ഒരാൾ തെറി വിളിച്ചാലും തിരിച്ച് തെറി വിളിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൽ പെടുന്നതാണ്. ഒരാൾ അടിച്ചാലും തിരിച്ചടിക്കാതിരിക്കുക, അടിക്കുന്നതിന് പകരം നിയമപരമായിട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരമൊക്കെ പഠിപ്പിക്കേണ്ടവരാണ് ആൾദൈവങ്ങൾ എന്ന് പറയുന്നത്. ഇവരൊരു ആൾദൈവത്തിലേക്കുള്ള പോക്കാണ്. ഇവർ ആൾദൈവമാണെന്നാണ് പറയുന്നത്. ഇവർ രുദ്രാക്ഷമൊക്കെ കഴുത്തിലിട്ടിട്ട് തലയിലും രുദ്രാക്ഷം, കയ്യിലും രുദ്രാക്ഷം, എന്നിട്ട് പറയുന്നത് മുഴുവൻ പച്ചത്തെറിയും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവമെന്ന് ഇവരെ വിശേഷിപ്പിക്കുന്നതെന്ന് അറിയില്ല. ഇവർ ജീവിച്ചു പോയിക്കൊള്ളട്ടെ. ഇവർ രാജ്യത്തിന് ഭീഷണിയായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവർ ചില വീഡിയോകളിലൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരുടെ എന്തെടുക്കാൻ വന്നു, നിങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലും വീട്ടിൽ വന്നു വല്ലതും ചോദിച്ചോ, നിങ്ങൾ ആരെങ്കിലും എനിക്ക് ചെലവിന് തരുന്നുണ്ടോ? ഇതൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ന്യായമല്ല. നാട്ടുകാരെ തെറി വിളിക്കാനുള്ള ഒരു ന്യായമല്ല അത്. എല്ലാവർക്കും പറയാവുന്ന ഒരു കാര്യം, എന്തിനെങ്കിലും ഒരാൾ വിമർശിച്ചാൽ നിങ്ങളാണോ എനിക്ക് ചെലവിന് തരുന്നത്? അതായത് ചെലവിന് തരുന്ന ആളുകൾക്ക് മാത്രമേ നിങ്ങളൊരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആരും വിചാരിക്കരുത്. അത് സംസ്കാരത്തിന്റെ ലക്ഷണമല്ല, വ്യക്തിത്വത്തിന്റെ ലക്ഷണമല്ല. ദിവ്യ നഗ സൈരേന്ദ്രി ദേവി. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളെ നമ്മളാരും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാണുമ്പോൾ വലിയ കഷ്ടമാണ് ഇനി മുന്നോട്ടുള്ള കേരളത്തിലെ ജീവിതം. സ്വാമി വിവേകാനന്ദൻ പണ്ടേ പറഞ്ഞു ഭ്രാന്താലയമാണെന്ന്. ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതേതാണ്, ചീത്ത ഏതാണ്, യുക്തി ഉള്ളതേതാണ്, ഇല്ലാത്തതേതാണ്, ഭ്രാന്ത് ഏതാണ്, ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിധത്തിലേക്ക് വലിയൊരു സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ ചില വീഡിയോകളുടെ താഴെ വന്ന് നിരവധി ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് സ്ട്രെസ് റിലീഫിന് വന്ന് ചേരാവുന്ന ഒരു ഇടമാണിതെന്ന്. അതായത് നമ്മൾ എന്തെങ്കിലും ടെൻഷനിൽ ഇരിക്കുമ്പോൾ വന്ന് ഇവരുടെ വീഡിയോകൾ കണ്ടാൽ മതി ആ ടെൻഷൻ മാറുമെന്ന്. നമ്മളെന്തോ ധ്യാനിച്ചാൽ ടെൻഷൻ മാറുമെന്ന് പറയുന്നത് പോലെ, നല്ല ഒരു സുഖമുള്ള ഒരു ഗാനം ശ്രവിച്ചാൽ നമ്മുടെ ആ സുഖം മാറുമെന്ന് പറയുന്നത് പോലെയൊക്കെയാണ് ഈ പറയുന്നത്. തെറി കേട്ടാൽ നമ്മുടെ മനസ്സിൻ്റെ പകുതി അസുഖം മാറുമെന്ന്. നമ്മുടെ മനസ്സിനെ സന്തോഷമുള്ളതാക്കാൻ, ടെൻഷൻ മാറ്റാൻ ഇവരുടെ തെറി കേൾക്കുമെന്ന് പറയുന്ന ആളുകൾ ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള, സമൂഹം വളരെ മോശമാകുന്നതിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് നമ്മൾ കാണണം. ഇങ്ങനെയുള്ളവരെ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇവരുടെയൊക്കെ ജീവിതമാർഗമായിട്ട്, വയറ്റിപ്പിഴപ്പായിട്ട് മാത്രമാണ് ഇവരിതൊക്കെ കാണുന്നത്. അതിനുവേണ്ടി ഇവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. മുകളിലും താഴെയും നോക്കാതെ മുന്നോട്ട് ജീവിക്കുന്ന ആളുകളിൽ പെടുന്ന ആളുകളാണ് ഇത്തരക്കാർ. അവരോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവുമില്ല. അവരെന്നോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അവരിത് കണ്ടിട്ട് ഇനി എന്നെ എത്ര ശപിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ ഇവരുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ എന്താണ് ആ വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇവരെ ഒരു ദേവിയായിട്ട് അല്ലെങ്കിൽ ആൾദൈവമായിട്ട് കണക്കാക്കത്തക്ക രീതിയിലുള്ള ആത്മീയത അല്ലെങ്കിൽ അതിനുള്ള ഒരു ശേഷി ഇവരിൽ ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് എഴുതുക.